ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ മിഡ് ക്യാപ് ഡോക്ടറുടെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ ഇന്നലെ അട്ടർ ഫൂളിഷ്നെസ് ആയിരുന്നെങ്കിൽ ഇന്ന് വളരെ കൃത്യമായിട്ട് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും അടിപൊളിയായിട്ട് നമ്മുടെ ലെവലുകളെല്ലാം വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് ഇന്ന് ന്യായമായിട്ട് എല്ലാവർക്കും പ്രോഫിറ്റും ബുക്ക് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ മിഡ് ക്യാപ്പിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഒരു 30 പോയിൻറ്റ് ഗ്യാപ്പിലാണ് മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്തത്. പക്ഷേ ആ ഓപ്പൺ ചെയ്തെങ്കിലും അവിടെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്തു, നേരെ സാധനം ആദ്യം താഴോട്ട് പോയി മേലോട്ട് വന്നിട്ട് പിന്നെ മുകളോട്ട് പോകും എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു. അവിടെയാണ് മാർക്കറ്റിൻ്റെ വിജയം. ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബീസിൻ്റെ ഒക്കെ വിജയം എന്ന് പറയുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ട്രാപ്പിലാക്കി നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 5-10 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇല്ല വെള്ളം അടിച്ചവരോട്ട് രാവിലെ അടിച്ചാൽ കൈ വിറയ്ക്കും എന്ന് പറഞ്ഞ രീതിയിൽ രാവിലെ 9:15 തന്നെ മാർക്കറ്റിൽ കയറി എടുത്തെങ്കിലേ നമുക്ക് സമാധാനം വരത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് അബദ്ധങ്ങൾ പറ്റും. കാരണം ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ നല്ലൊരു ക്യാൻഡിൽ വീണ്, അപ്പോൾ ഇവിടുന്ന് എടുക്കാം, മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകും. കാരണം ഇന്നലെ ഇതുപോലായിരുന്നു, നേരെ താഴോട്ട് പോയിട്ട് നേരെ തിരിച്ച് വന്നിട്ട് നേരെ മാർക്കറ്റ് മേലോട്ട് പോയിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ ആവർത്തിക്കും എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, ആൾക്കാർ ഇവിടുന്ന് ഇവിടെ എടുത്ത് പെട്ട് കാണും. മനസ്സിലായോ? അപ്പം നമ്മൾ പക്ഷേ എന്താ ചെയ്തത്, ഇത് ആദ്യം ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്തു. ഒരു ഇൻഡിസിഷണൽ ക്യാൻഡിലായി ഫസ്റ്റ് ക്യാൻഡിൽ ഇല്ലേ, താഴോട്ട് പോയിട്ട് നേരെ തിരിച്ചു വന്നു, മുകളിലോട്ട് പോയിട്ട് നേരെ തിരിച്ചു വന്നു. അതിന് ശേഷം വീണ്ടും നമ്മൾക്ക് എന്ത് പറ്റി, ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. പക്ഷേ ഗ്രീൻ ക്യാൻഡിൽ വീണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ആ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി ഇല്ലേ. നമുക്ക് കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും നമുക്ക് എവിടെയാണ് ക്ലോസിങ് കിട്ടിയത്. അതിൻ്റെ മുകളിൽ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ മുകളിൽ നമ്മൾ ഈ പ്രൈസ് ആക്ഷനാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നാളെ ഈ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ മിഡ് ക്യാപ്പൊക്കെ സ്കിപ്പ് ചെയ്ത് നിഫ്റ്റിക്ക് വേണ്ടി മാത്രം പോകുന്നവർ നിങ്ങളിത് കാണുക. കാരണം ഞാനിതിൽ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെച്ചെങ്കിൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു ദിവസം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൊമെൻറ്റോ ആണ്, മേലോട്ട് പോകും എന്ന് തോന്നി. പക്ഷെ അതിന് ശേഷം വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വീണു ഇല്ലേ. റെഡ് ക്യാൻഡിൽ വീണു, അടുത്തതിന് ശേഷം വീണ്ടും ഒരു ഡോജിയാണ് വീണേ ഇല്ലേ, ഒരു ഡോജി ക്യാൻഡിലാണ് വീണേ. അവിടെ ഒരു ഇൻഡിസിഷൻ അല്ല. അപ്പോൾ ഇവിടെ എല്ലാം ഇൻഡിസിഷനാണ്. അതിന് ശേഷം വീണ്ടും മുകളിൽ റിജക്ഷൻ വന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് പറ്റി, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വീണു. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകുന്ന ലക്ഷണമില്ല, താഴോട്ട് തന്നെ വരുന്ന ലക്ഷണം. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്, നമ്മളപ്പോൾ എന്ത് ചെയ്യും, ഈ ഹൈ നമ്മൾ എന്ത് ചെയ്യും, ഈ ഹൈയിൽ നമ്മളൊരു SL ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ സുന്ദരമായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ SL അടിക്കത്തുമില്ല. ശരിയല്ലേ പറഞ്ഞു, നമ്മുടെ ഈ ഹൈയിൽ ഒരു SL ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു P ട്രേഡ് എടുക്കാം സുന്ദരമായിട്ട്. നമുക്ക് എന്ത് ചെയ്ത് ഇവിടം വരെ നമുക്ക് കിട്ടി ഇല്ലേ, ഇവിടം വരെ കിട്ടി. അപ്പം ഒരു ഒറ്റ ട്രേഡ് കൊണ്ട് നമ്മുടെ കാര്യം കഴിഞ്ഞു. അത് നമ്മൾ കറക്റ്റ് നമ്മൾ എവിടെ വന്നേ, നമ്മുടെ സപ്പോർട്ടിൽ വന്ന് എന്ത് ചെയ്തു, ഇത് ടച്ച് ചെയ്തിട്ട് നേരെ വീണ്ടും തിരിച്ചു പോയി, വീണ്ടും താഴെ വന്നു, പിന്നെ മേലോട്ട് പോയി, പിന്നെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലായിരുന്നു ഇല്ലേ. നമുക്കിവിടെ വേറെ ട്രേഡുകളൊന്നും കിട്ടിയില്ല. കാരണം അത് മാത്രമല്ല, നമുക്ക് ഇന്ന് മുതൽ മന്ത്ലി എക്സ്പയറിയാണ്. അപ്പം മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് നമ്മുടെ പ്രശ്നം എന്താ, നമുക്ക് ക്യാപിറ്റൽ കൂടുതൽ വേണം. ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ നമുക്ക് നല്ലപോലെ വേണം. അതായത് നമ്മൾ ഇന്ന് തന്നെ ഒരു ട്രേഡ് ഞാൻ എടുത്തത് ഏകദേശം 400 പോയിൻറ്റ് ഔട്ട് ഓഫ് ദ മണിയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. 400 പോയിൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ആകുമ്പോൾ ഫണ്ടിന് ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പം നമുക്ക് എപ്പോഴും ഒരു 150 രൂപ റേഞ്ചിലുള്ള പ്രീമിയം ഒക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും വരുന്നത്. അപ്പം ആ റേഞ്ചിൽ ചിലപ്പോൾ 120, 125 കിട്ടും. എന്നാലും 100-നും 200-നും ഇടയ്ക്കുള്ള പ്രീമിയം ആയിരിക്കും നമുക്ക് പിന്നെ കൂടുതൽ നമുക്ക് കാണുന്ന ഒരു മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു ക്യാൻഡിൽ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 വീക്ക് കഴിയണം. 2 വീക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു പ്രീമിയം ഡിസ്കൗണ്ടായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇന്ന് തന്നെ ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ് നമ്മളെടുത്തത്. ഫാർ ഔട്ട് ഓഫ് ദ മണി എടുത്ത് നമുക്ക് ഒരു 20 പോയിൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പം
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപിറ്റൽ വേണം. അത് മാത്രമല്ല നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് കറക്റ്റ് ആയിരിക്കണം, മൊമെൻറ്റം കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. എന്തായാലും നമുക്ക് ഒരു മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം 20K ക്യാപിറ്റലെങ്കിൽ എന്തായാലും മിനിമം ആയിട്ട് വേണ്ടി വരും. 15,000 ഒക്കെ ചിലപ്പോൾ 15,000 20,000 നമുക്ക് എന്തായാലും ഒരു ക്യാപിറ്റൽ വേണ്ടി. നമ്മൾ പറഞ്ഞ സമയം ഒത്തിരി പോകുന്നു. അപ്പം നമുക്ക് ഇനി എന്ത് സംഭവിക്കും, നാളെ ഇനി എന്ത് സംഭവിക്കും. അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇന്നും FIIs ഏകദേശം 1900 അത്ര മേടിച്ചു, 1157 FIIs 1157 കോടി രൂപയ്ക്ക് ഇന്ന് ബൈയിങ് ആയിരുന്നു. അപ്പോൾ ഇന്നലെയും ബൈ ചെയ്തു, ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയി. FIIs നമ്മുടെ മോർഗൻ സ്റ്റാൻലിയുടെ MSCI ഇൻഡെക്സിൻ്റെ റീബാലൻസിങ് ആയതുകൊണ്ടാണ് അത്രയും ഫണ്ട് നമുക്ക് ഇൻഫ്ലോ വന്നത്. അതുകൊണ്ടാണ് അത്രയും വലിയ ഹ്യൂജ് ഫിഗർ FIIസിൻ്റെ ഭാഗത്തു നിന്ന് കാണിച്ചത്. അപ്പം ഇന്നും FIIസിൻ്റെ ഭാഗത്തു നിന്ന് 1157 കോടി രൂപയുടെ ബൈയിങ് ആണ്, നെറ്റ് ബൈയിങ് ആണ് നടന്നിരിക്കുന്നത്. DIS ഏകദേശം 2000 കോടിക്കകത്ത് 1900 സംതിങ് അവർ -1900 സംതിങ് DIS വിൽക്കുകയും ചെയ്തു. അപ്പം FIIs വാങ്ങി തുടങ്ങി എന്ന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അനുമാനിക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ FIIs ഇനി വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് നിരൂപിക്കാം. അങ്ങനെ പറ്റത്തുള്ളൂ, ഇല്ലേ? നമുക്ക് ആശ്വസിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി നാളെ അങ്ങനെ നടക്കുമോ ഇല്ലെന്നുള്ള കാര്യം നാളെ മാർക്കറ്റ് കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതൊരു 2 ദിവസം അടുപ്പിച്ച് വാങ്ങിച്ചത് ഒരു നല്ല സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് പോകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് ഉണ്ട്. അപ്പം നാളെ ഇനി നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കുക. അപ്പം മാർക്കറ്റ് ഇത്രയും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തെങ്കിലും ഫ്ലാറ്റ് ഓപ്പൺ നേരെ താഴെ വന്ന് -6 പിന്നെ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം 12,564 ഓക്കെ. അപ്പം ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും, ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് ലെവലുകൾ ഇനിയും നമുക്ക് നോക്കാം. അപ്പം ലെവലുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു ഫസ്റ്റ് ഇതായിട്ട് നോക്കാം. രണ്ടാമത്തേത് ഇതൊന്ന് കറക്റ്റ് ചെയ്യണം നമുക്ക്. ഇത് നമ്മൾ വരച്ചാണെങ്കിൽ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഇതാണ് ഒന്നുകൂടെ കറക്റ്റ്. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് നാളെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ഒരു ടാർഗറ്റ് മേളോട്ട് വെക്കാം. ഇതായിരിക്കും, ഇതാണ് രണ്ടാമത്തെ ടാർഗറ്റ്. ഈ ടാർഗറ്റ് മൂന്നാമത്തെ ടാർഗറ്റ് ഇതായിട്ടും വെക്കാം. കാരണം ചെറിയ ചെറിയ കയറ്റങ്ങളായിരിക്കും, സാധ്യതകളായിരിക്കും കൂടുതൽ, റെസിസ്റ്റൻസ് ഒത്തിരി ഉണ്ട്. അപ്പം നമുക്ക് നാളെ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. മാർക്കറ്റ് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇത് മൂന്നാമത്തെ ഇത് പിന്നെ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നലെ ഒരാൾ യൂട്യൂബിനകത്തിലാണ്, എനിക്ക് പേഴ്സണൽ മെസ്സേജാണ് അയച്ചെന്ന് അറിയത്തില്ല. ഒരാൾ കമൻറ്റ് ചെയ്തു, ചേട്ടാ ഈ ലെവലുകൾ വരയ്ക്കുന്നത് മാത്രമല്ല ലെവലുകളൊന്ന് പറഞ്ഞേക്കണം എന്നോട് പറഞ്ഞു. അപ്പം നമുക്ക് പറയാം, ഇത് 12 ഈ ഫസ്റ്റ് 12,727 ഇത് ഓക്കെ. ഇതെന്ന് പറയുന്നത് 12,669 12,669 ഓക്കെ. ഇത് അടുത്തത് 12,636 12,636. ഇതോ 12,610 ഓക്കെ. 12,610 ഫസ്റ്റ് റെസിസ്റ്റൻസ്. നമുക്ക് മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അതായത് 12,583 12,543 ഇതിനിടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നോ ട്രേഡിംഗ് സോണാണ്. ഇത് ബ്രേക്ക് ആണ്. 12,583 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളോട്ട് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് അപ്സൈഡ് 12,610, പിന്നെ 636, പിന്നെ 669, പിന്നെ 727 ഓക്കെ. ഇതാണ് മുകളോട്ടുള്ളത് ഓക്കെ. അപ്പോൾ ആൾക്ക് സമാനമായല്ലോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ.
എനിക്ക് അറിയത്തില്ല യൂട്യൂബ് കമൻറ്റിനകത്തിലാണോ അതോ പിന്നെ എൻ്റെ പേഴ്സണായിട്ടാണ് അയച്ചത് ഓർമ്മയില്ല. ആരോ ഒരാൾ പറഞ്ഞു. ഓക്കെ, അപ്പം അത് കണ്ടല്ലോ നിങ്ങൾക്ക്. ഇനി ഇത് എളുപ്പബുദ്ധിക്ക് വേണ്ടിയാണോ വീഡിയോ കാണാതിരിക്കാൻ വേണ്ടി ലെവലുകൾ നോക്കി എടുത്തുകൊണ്ട് പോകാനാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പറ്റിക്കാനാണോ ആണോ എനിക്കറിയത്തില്ല. ഓക്കെ, എനിവേ നിങ്ങളോട് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് താഴോട്ട് ഇത് തന്നെ ഉള്ളൂ. ടാർജറ്റ് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇത് തന്നെ ആയിരിക്കും. രണ്ടാമത്തേത് ഇത് തന്നെ ആയിരിക്കും. ഇത് രണ്ടുമേ ഉള്ളൂ നമുക്ക് താഴോട്ട്. ഇത് അതിന് മാറ്റങ്ങളൊന്നുമില്ല നമുക്ക്. നമ്മൾ ഓൾറെഡി എല്ലാം വരച്ച് വെച്ചേക്കുന്ന. ഓക്കെ, അപ്പം ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ മാർക്കറ്റ് ഇതെത്ര താഴോട്ട് 12,543 അല്ലേ? 12,543. ഇത് 12,490. ഇത് പൊട്ടിയ ഫസ്റ്റ് ടാർജറ്റ്. ഇത് ഫസ്റ്റ് ടാർജറ്റ്. ഓക്കെ, സെക്കൻഡ് ടാർജറ്റ് എത്രയാണ്? 12,419. ഇതാണ് സെക്കൻഡ് ടാർജറ്റ്. ഓക്കെ, ഇപ്പം ക്ലിയർ ആയല്ലോ. ഇതിനകത്ത് നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. ഇതിനകത്ത് ഇല്ല. ഇവിടുന്ന് എങ്ങോട്ടില്ല. ഒന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനിയും എങ്ങോട്ട് വരാം? നമുക്ക് ഇനിയും നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, അടുത്ത നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇന്ന് വെരി പെർഫെക്റ്റ് ആയിരുന്നു. വെരി പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ വെരി വെരി പെർഫെക്റ്റ് ആയിരുന്നു. ഓടാവുന്നില്ലല്ലോ. ഓക്കെ, ഇന്ന് നമ്മൾ വരച്ച വരകളൊക്കെ ലോഡാവുന്നേ ഉള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഇതും ഇവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ വരച്ച കറക്റ്റ് വരെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കിക്കേ, ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അല്ലേ? ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ മിഡ് ക്യാപ്പിൽ പറഞ്ഞ പോലെ തന്നെ താഴോട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് എടുത്ത് ഇവിടെ നമ്മുടെ കറക്റ്റ് നമ്മുടെ 24,338 തന്നെ 24,338 തന്നെ കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വരുമായിരുന്നു. അപ്പം ഇവിടുന്ന് റിജക്ഷൻ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു PE എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ എടുത്ത് പ്രോഫിറ്റ് എടുത്തവർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു നിങ്ങളുടെ ലെവൽ വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ ആ കറക്റ്റ് ലെവൽ നോക്കിയിട്ട് അവർ അവിടുന്ന് PE എടുത്ത് നല്ല വൃത്തിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് ഫസ്റ്റ് ടാർജറ്റ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് ടാർജറ്റ് അല്ലേ? ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ നടത്തി അതിനുശേഷം വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ താഴോട്ട് വന്നു അല്ലേ? താഴോട്ട് വന്നു. പിന്നെ കുറച്ച് മേലോട്ട് പോയി ഒരു M പാറ്റേൺ ഫോം ചെയ്ത് നേരെ മുകളിലോട്ട് വന്ന് കറക്റ്റായിട്ട് നമ്മുടെ ഇവിടെ സപ്പോർട്ട് എടുത്തു. ഇവിടെ വന്നപ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി വരച്ചിട്ടിരുന്നു. ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകും എന്ന് നമ്മൾ നോക്കണം. ഇവിടെ സപ്പോർട്ട് എടുക്കുമെന്ന് നോക്കണം. ഞാൻ ഓൾറെഡി ഇത് കറക്റ്റായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അതിനുശേഷം ഇവിടുന്ന് നേരെ പോയി ഒരു റീടെസ്റ്റ് നടത്തി പൊട്ടി താഴോട്ട് പോകുമെന്നൊക്കെ പ്രതീതി വരുത്തി തീർത്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് നേരെ തിരിച്ചു. ഇവിടെ നിന്ന് തിരിച്ച് കയറിയപ്പോഴും ഞാൻ മെസ്സേജ് ഇട്ടു ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ലൈൻ വരച്ച് കാണിച്ചിട്ട് ഈ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മുകളിലോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. അങ്ങനെ അത് ബ്രേക്ക് ചെയ്തു, ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത ശേഷം നേരെ മുകളിലോട്ട് പോയി നേരെ തിരിച്ച് അവിടെ തന്നെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം ഇതായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 ഓപ്പർച്യൂണിറ്റി ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഇപ്പം ഞാൻ മിഡ് ക്യാപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ന്യായം പറയുന്നത് 10 പോയിൻറ്റ് മുതൽ 15 പോയിൻറ്റ് വരെയാണ് മിഡ് ക്യാപ്പിൽ പറയുന്നത്. ഓക്കെ, അതേസമയം നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മുതൽ 25 പോയിൻറ്റ് വരെ, അതാണൊരു ന്യായം. ഈ 20 മുതൽ 20 വരെ വെരി ഈസിയാണ്. പെട്ടെന്ന് നിഫ്റ്റിയിലാണെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് മൂവ് ആവുന്നതുകൊണ്ട് ലിക്വിഡിറ്റി ഭയങ്കര കൂടുതലാണെങ്കിൽ 20-25 പോയിൻറ്റ് കിട്ടാൻ നിങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല. മനസ്സിലായി പറഞ്ഞത്. അപ്പം 25 പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങാം. അല്ല പിന്നെ ആ ട്രെൻഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ പിന്നെ അത് ഹോൾഡ് ചെയ്യണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കണം. ഇന്ന് തന്നെ നമുക്കിപ്പം ഒരു 2-3 പ്രാവശ്യം ഒരു 10-20 പോയിൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പം ഇവിടുന്ന് ഇപ്പോൾ ഒരു ട്രേഡ് താഴോട്ട് കിട്ടി, അത് സംഭവിച്ചു. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് ഇവിടെ അങ്ങ് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവിടെ നമുക്കൊരു സപ്പോർട്ടോ ഒന്നും കാണാനില്ല ഇല്ലേ? അപ്പോൾ ഇവിടെ അങ്ങ് നമുക്കൊരു ട്രേഡ് എടുക്കാനില്ല. പക്ഷേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് ഇവിടെയാണ്. ഇവിടെ വന്ന് നമുക്ക് ഇവിടെ സപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. ചെറിയ SL ഇട്ടാൽ മതി ഇല്ലേ? ചെറിയ SL ഇട്ടിട്ട് നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാം. ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 25-30-40 പോയിൻറ്റ് വരെ വരും. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഒരു ATM സ്ട്രൈക്കിന് 100 രൂപയുള്ളായിരുന്നു. ഞാൻ 100 രൂപയ്ക്ക് എടുത്ത് 150 രൂപയ്ക്ക് ഞാൻ കൊടുത്ത ആളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ 24,200
ഞാൻ എടുത്ത് 100 രൂപയ്ക്ക് എടുത്ത് 100 രൂപയ്ക്ക് എടുത്ത് 98 രൂപയ്ക്ക് എടുത്തു. 98 രൂപയ്ക്ക് എടുത്തിട്ട് ഞാനത് 150 രൂപയ്ക്ക് വിറ്റു. മനസ്സിലായി? അപ്പം 150 രൂപ വന്നത് അതായത് ഇവിടെ വന്നപ്പോഴാണ് 150 രൂപ വന്നത്. അതിനൊക്കെ മുകളിൽ പോയി. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 20 പോയിന്റ് മതി. ഇവിടുന്ന് 100 രൂപയ്ക്ക് 98 രൂപയ്ക്ക് 95 96 രൂപയ്ക്ക് ഇവിടെ കയറുവാണെങ്കിൽ 125 രൂപ ഇവിടെ കിട്ടും നിങ്ങൾക്ക്. 125 രൂപ ഇവിടെ കിട്ടും. മനസ്സിലായി? പിന്നെ ഇത് താഴെ വന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം. ഇവിടെ ഇപ്പോൾ അന്ന് തിരിച്ചു വരുമ്പോൾ 85 90 കിട്ടും. 90 കിട്ടും. ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 125 130 രൂപ ആവും. മനസ്സിലായി? പിന്നെ ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തു. വേണമെങ്കിൽ ഇവിടെ ഇത് കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടെ തിരിച്ച് കയറിയപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാമായിരുന്നു. ഇത് നമ്മുടെ മനോധർമ്മം കൂടെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ പിന്നെ കറക്റ്റ് എല്ലാം ഭംഗിയായിട്ട് നോക്കിയിരുന്നിട്ട് നമുക്ക് ഒരിക്കലും ഒരു ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ മനോധർമ്മവും നമ്മുടെ യുക്തി ഉപയോഗിച്ച് വേണം നമ്മൾ കുറച്ച് ട്രേഡിനകത്ത്. ബുദ്ധി മാത്രം പോരാ, ബുദ്ധിയും യുക്തിയും കൂടെ ഒരുപോലെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കപ്പോൾ അടുത്ത ലെവലിലോട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ വീഡിയോ നീണ്ടുപോകും, നിങ്ങളാരും കാണത്തുമില്ല. ഓക്കെ, അപ്പം ഇപ്പം തന്നെ കാണുന്ന ഒരു പകുതി പോലും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും വലിച്ചു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയോടെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നാളത്തെ ലെവലുകൾ നോക്കാം. നാളത്തെ ലെവല് ഞാനീ പറഞ്ഞു ഇവിടെ ഒരു പിന്നെ എന്തുണ്ട്, ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ താഴോട്ടേ നോക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ. അപ്പോൾ നമുക്ക് ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ലെവൽ ഇന്ന് വളരെ കൃത്യമായിരുന്നത് ഇതിനകത്ത് കടന്ന് കളിക്കുകയായിരുന്നു. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്ത് പറ്റി, ഇവിടെ ഒരു ബോക്സ് പാറ്റേൺ രൂപപ്പെട്ടു ഇല്ലേ. ഇവിടെ ഒരു ബോക്സ് പാറ്റേൺ രൂപപ്പെട്ടു. അതാണ് ഇവിടെ പറയാനുള്ളത്. നോക്കിക്കേ, ഇവിടെ മുതൽ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കൃത്യമായിട്ട് ഇവിടെ ഒരു ബോക്സായി ഇല്ലേ, ബോക്സ് പാറ്റേൺ ആയി. അപ്പോൾ ഈ ബോക്സ് ഇതിനകത്തുനിന്ന് പുറത്ത് ചാടിക്കണം. ഇവനെ ബോക്സിനകത്ത് നിന്ന് പുറത്ത് ചാടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ ബോക്സിനകത്ത് പുറത്ത് ചാടിക്കണമെന്ന് ഫസ്റ്റ് ലൈൻ ഇതാണ്. ഇങ്ങോട്ട് നീക്കിയിട്ടേക്കാം, വരച്ചിട്ടേക്കാം. ഓക്കെ, ഈ ബോക്സിനകത്ത് നിന്ന് ഫസ്റ്റ് ചാടിക്കണം. ഇവിടെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ 338 536 വലിയ റേഞ്ച് ആയത്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു റേഞ്ച് കിട്ടുമോ നമുക്ക് നോക്കാം. ഇതിനിടയ്ക്കൊരു ഇടത്താവളം വേണം. ഇത്രയും ഒറ്റയടിക്ക് പോകാൻ ചാൻസ് കുറവാണ്. ഒരു 45 മിനിറ്റ്സ് നോക്കിയേക്കാം നമുക്ക്. ഇത്രയും കാരണം 338 536 ഏകദേശം 200 പോയിൻ്റ് ഒറ്റയടിക്ക് അത് നടക്കുകയില്ല. അപ്പം നമുക്കൊരു 45 മിനിറ്റ്സിൽ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ റേഞ്ച് വല്ലതും കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ചെറിയ റേഞ്ച് എന്ന് പറയാൻ ഇതൊരു ചെറിയ റേഞ്ചാണ്. ഓക്കെ, ഇത് നമുക്കൊരു ഇടത്താവളമായിട്ട് പരിഗണിക്കാം. ഇടത്താവളം, വിരിവെക്കാൻ ഇടത്താവളം കേട്ടിട്ടില്ലേ. അപ്പം ഇത് ഒരു ഇടത്താവളമാണ്. ഞാനിത് വരയ്ക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ സൂഹിക്കുകയില്ല, എനിക്കറിയാം. ഓക്കെ, അതിനുശേഷം 338 അല്ലല്ലോ, ഇവിടെ അല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അത് വേണ്ട, അതല്ല, ഇതാ എന്തിൻ്റെ ബേസിലാണ് ഈ വരയ്ക്കുന്നതെന്ന് വേണം നിങ്ങളിപ്പോൾ ചോദിക്കേണ്ടത്. ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഓക്കെ, ഇവനെ നമുക്ക് കണക്കാക്കാം. ഇതിരിക്കട്ടെ. ഓക്കെ, ഇതൊന്ന്, ഇത് 2, പിന്നെ അടുത്തത് ഈ ട്രെൻഡ് ലൈനാണ്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേറെ ഒരെണ്ണം കൂടെ ഇവിടെ കാണുന്നുണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഇതും വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണമായിട്ട് കണക്ക് കൂട്ടാം. ഓക്കെ, ഇത്ര ഇരിക്കട്ടെ. 15 മിനിറ്റ് മാറ്റി വരും. ഇപ്പോൾ കഥകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഈ ബോക്സ് പൊട്ടിക്കണം. ബോക്സ് പൊട്ടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത്, സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത്, തേർഡ് ടാർഗറ്റ് ഇത്. നിങ്ങൾ ഇച്ചിരി സ്പീഡിലിട്ട് കണ്ടോ കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ലാഗ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇച്ചിരി സ്പീഡിലിട്ടും കണ്ടോ, പ്രശ്നമൊന്നുമില്ല. ഒരു 1.25 ഇട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള കേൾക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ സംസാരങ്ങളോ രീതികളൊന്നും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ.
ഇത് ഇങ്ങോട്ടിരിക്കട്ടെ. ഇത്രയുമാണ് ടാർഗറ്റ്. ഇത് ചിലപ്പോൾ നാളത്തേക്കൂടെ വേണമെങ്കിൽ നാളത്തേക്ക് മറ്റന്നാളത്തേക്കുള്ള ടാർഗറ്റാന്ന് തോന്നിയത് കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ. ഇനിയും ഞാൻ ഇത് നമുക്ക് നോക്കിക്കേ. ഇതിനകത്ത് നമ്മൾ ഈ ബോക്സ് പൊട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. നോ ട്രേഡിംഗ് സോണാണ് ഇതിനകത്തില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. എത്രയാണ്? 24 എഴുതിക, 24,251 ഇല്ലേ? ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എത്രയാണ്? 24,338. ഈ കാണുന്നില്ല, പലരും പറഞ്ഞത് ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് HD ക്വാളിറ്റിയിലാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട് ഈ 360p ആയിരിക്കും അത് കിടക്കുന്നത്. ആ 360p മാറ്റിയിട്ട് 780p അല്ലെങ്കിൽ പിന്നെ 720p അല്ലെങ്കിൽ നിങ്ങൾ HD ആക്കുക. HD ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്പർ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാനിങ്ങനെ എഴുതേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ എഴുതിയേക്കാം. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. 24 ഇത് കാണാൻ പറ്റുന്നുള്ളൂ ഇല്ല, നിങ്ങൾ ഇതൊന്ന് കാണാൻ പറ്റുന്നില്ലെന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എഴുതിയേക്കുന്ന ഈ സ്ട്രൈക്കിൻ്റെ ഇത് സ്ട്രൈക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം. ഓക്കെ, 24,447 ഇത്. ഓക്കെ, ഇത് അടുത്ത 24,536. ചിലപ്പോൾ മൊബൈലിൽ കാണുവാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ലായിരിക്കും. ശരിയായിരിക്കും അവർ പറയുന്നത്. ഓക്കെ, അടുത്തത് എത്രയാണ്? അടുത്തത് 24,718. ഓക്കെ, അത് അടുത്തത് 24,718. ഓക്കെ, ഇത്രയാണ് ലെവലുകൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പം കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നോക്കുക. ഇതിനകത്തൊരു വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവലുകൾ കൃത്യമായിട്ട് ലൈവ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.